കോടികൾ ചെലവഴിച്ചുകൊണ്ട് സമ്മേളനം നടത്തുന്നത് ദൂർത്തല്ലേ എന്നാണ് ചില ആളുകളുടെ ചോദ്യം. ഈ ഉമ്മത്താണ് ഈ സമ്മേളനത്തിന് പണം ചെലവഴിക്കുന്നത്, ഈ സമുദായമാണ് നൽകുന്നത്. 33,313 ക്യാമ്പ് അംഗങ്ങൾ 4-ാം തീയതി മുതൽ 8-ാം തീയതി വരെ. കേരളം കണ്ട ഏറ്റവും വലിയ ക്യാമ്പ് അല്ല, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ക്യാമ്പ്. റെക്കോർഡായിരിക്കും. അല്ലെങ്കിൽ ഈ റെക്കോർഡിനെ മറികടക്കാൻ ആളുകളുടെ എണ്ണം എടുത്തുകൊണ്ട് മറ്റുള്ളവർ തയ്യാറാവാൻ അതിന് നിങ്ങൾക്ക് സാധ്യമാണോ എന്ന് വിനയത്തോടെ ചോദിക്കുകയാണ്, വെല്ലുവിളിയല്ല. എന്തിനായി ആളുകൾ ഒരുമിച്ച് കൂടുന്നത്? 33,313 യാസീനോദാൻ, 33,313 ഖത്മുകൾ തീർക്കാൻ, അതോടൊപ്പം തന്നെ ഇങ്ങനെ ഹദ്ദാദ് ചൊല്ലാൻ, തഹജ്ജുദ് നിസ്കരിക്കാൻ, സുന്നത്തുകൾ നിസ്കരിക്കാൻ, കൂട്ടപ്രാർത്ഥനകൾ നടത്താൻ. ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ ഒരുമിച്ച് കൂടും. ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുമ്പോ പഴയ കാലത്ത് നമുക്ക് ഓർമ്മയില്ലേ, നിങ്ങൾ എന്തിനാണ് സമ്മേളനത്തിന് പോകുന്നത് എന്ന് ചോദിച്ചാൽ സാധാരണക്കാരായ നിഷ്കളങ്കരായ ആളുകൾ, ഈമാനുള്ളവർ പറയാറുണ്ട്, യാ വദൂദ് യാ വദൂദ് യാ വദൂദ് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ റഈസുൽ മുഹഖ്ഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ് ദുആ ചെയ്യുമ്പോ അതിന് ആമീൻ പറയാനാ ഞങ്ങൾ പോകുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ ഒന്നിച്ച് ജമാഅത്തായി മഗ്രിബ് നിസ്കരിക്കുമ്പോ അതിനൊരു മഅ്മൂമാവാനാ ഞങ്ങൾ പോകുന്നത്.